അച്ഛാ. മോളെ, ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? വേണ്ട അച്ഛാ. അല്ല, എന്തായി? ആവണിമോളെ തിരിച്ചു കിട്ടിയോ? കിട്ടി. മോളെ ആരാ തട്ടിക്കൊണ്ടുപോയത്? ആ ചെങ്കൽ മധുവിന്റെ ആളുകൾ തന്നെ. ഒടുവില് അവര് തന്നെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തു. വെറുതെ തിരിച്ചുകൊണ്ടെന്നതാണോ അതോ നിങ്ങൾ പോയി അവന്റെ കാല് പിടിച്ചോ? കാല് പിടിച്ചിട്ടായാലും ആവണിമോളെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. എങ്കിൽ പിന്നെ അനൂപിന്റെ കാര്യം കൂടി ആ ഗുണ്ടകളോട് പറയാറുന്നില്ലേ? ഒറ്റയടിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നില്ലേ? പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചല്ലേ പറ്റൂ. അതിന് അർച്ചന തന്നെ മുന്നിട്ടിറങ്ങി. ആ ചെങ്കൽ മധുവിനെ പോയി കണ്ട് സംസാരിച്ചു, കുട്ടിയെ വിടുകയും ചെയ്തു. അർച്ചന തിരിച്ചു വരുന്നതിന് മുമ്പേ ആവണിമോള് വീട്ടിലെത്തി. ഇപ്പോ ആവണിമോളെ തട്ടിക്കൊണ്ടുപോയി. ഇവള് കാരണം നാളെ ആ ഗുണ്ടകൾ വീടിനകത്തേക്ക് കയറി വരില്ലെന്ന് എന്താ ഉറപ്പ്? എടുത്ത് പേടിക്കണ്ട. ഞാൻ കാരണം ഈ കുടുംബത്തിന് ഒരു പ്രശ്നവും വരില്ല. അഥവാ വന്നാ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. അതിന്റെ പേരിൽ നിങ്ങൾക്കാർക്കും ഒരു കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരില്ല. എന്തായാലും മോളെ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഞാനാരെയും കുറ്റം പറഞ്ഞൊന്നുമല്ല. കുട്ടിയെ തിരിച്ചു കിട്ടിയതുകൊണ്ട് ചെങ്കൽ മധുവിന്റെ ഭീഷണി ഇല്ലാന്നൊന്നും ഇനി ആരും വിചാരിക്കാൻ വേണ്ട. അനൂപിനെ കിട്ടിയില്ലെങ്കിൽ ആ ഗുണ്ടകൾ കുടുംബത്ത് കയറി നിരങ്ങും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നോക്ക്. അത് തീർക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാ ആവണിമോളുടെ പ്രശ്നം വന്നത്. പിന്നെ അതിന്റെ പിന്നാലെയായി. ആവണിമോക്കൊരാപത്ത് വന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും? ആവണിമോൾക്കെന്നല്ല, നിങ്ങൾക്ക് ആർക്ക് ഇതുപോലൊരാപത്ത് വന്നാലും സഹായിക്കാനും രക്ഷിക്കാനും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്യും. ഇതെന്താ അവന്തിക എടുത്തിട്ട് മുഖത്തൊരു തടിച്ച പാട്? അതെന്നെ നന്ദേട്ടൻ തല്ലിയതാ. നന്ദനോ? അതെങ്ങനെ പറ്റും? ഈ അവസ്ഥയിൽ നന്ദേട്ടൻ എങ്ങനെ തല്ലാൻ പറ്റും? എന്നെ തല്ലുന്നതിന് നന്ദേട്ടന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. എന്തിനാ നന്ദൻ തല്ലിയത്? വെള്ളം എടുത്തു കൊടുക്കാൻ അല്പം താമസിച്ചേന്ന്. നോക്കച്ച, ഈ പാട് കണ്ടില്ലേ? എന്റെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു. വയ്യാതെ കിടന്നെങ്കിലും എന്തൊരു ശക്തിയാ കൈക്ക്. കട്ടിൽ കിടന്നുകൊണ്ട് അവന്തിക എടുത്തിട്ട് കവളത്തടിക്കാൻ നന്ദേട്ടന് പറ്റുമോ? അതിന് നന്ദേട്ട എഴുന്നേറ്റ് വരണ്ടേ? അത് പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല. പക്ഷെ കിട്ടിയതല്ല, ഒന്നാം തരം അടിയായിപ്പോയി.